ഓം ശാന്തി. ഇന്നത്തെ സായം സന്ധ്യ ഭക്തി നിർഭരമായ മഹാശിവരാത്രിയുടെ പുണ്യം നിറഞ്ഞ പാവനമായ ഈ വേളയിൽ നമുക്കെല്ലാവർക്കും ഒരേ മനസ്സോടെ ഒരേ സങ്കല്പത്തിൽ കൂട്ടായ്മയോടു കൂടിയ ധ്യാനത്തിൽ പരമേശ്വര ധ്യാനത്തിൽ മുഴുകാം. ഇന്നത്തെ ദിവസം ശിവനെ ധ്യാനിച്ച് സർവ പാപ മുക്തമാകാനുള്ള ദിനമാണല്ലോ. അറിഞ്ഞും അറിയാതെയും നമ്മളിൽ നിന്നെല്ലാം ഈ ജന്മത്തും മുജ്ജന്മങ്ങളിലെയും അനേക പാപങ്ങളുടെ ഭാരം ഭാണ്ഡക്കെട്ട് പോലെ നമ്മുടെ എല്ലാം തലയിലുണ്ട്. ആ ഭാരമാണ് പലപ്പോഴും മനസ്സിൻ്റെ ഭാരം എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് എല്ലാ ഭാരവും ഇറക്കി വയ്ക്കാം, നമ്മുടെ ഭാരവും ഇറക്കി വയ്ക്കാം. ഭാരം ചുമന്ന് വിഷമിക്കുന്ന, വേദനിക്കുന്ന എല്ലാവരുടെയും ഭാരം ഇറങ്ങാനായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭഗവാന് മുന്നിൽ ശുഭസങ്കല്പം സമർപ്പിക്കാം. അതിനാദ്യം നമുക്ക് പരമാത്മാവിൻ്റെ രൂപത്തെ ധ്യാനിക്കണം. 5 സ്റ്റെപ്പാണ് ഈശ്വര ധ്യാനത്തിൽ ശിവനെ ധ്യാനിക്കാൻ മുഖ്യം. 5 കാര്യങ്ങൾ സ്പഷ്ടമാകണം. ഭഗവാന്റെ രൂപം, ഭഗവാന്റെ നാമം, ഭഗവാന്റെ ദേശം, ഭഗവാന്റെ കാലം, ഈശ്വര അവതരണത്തിൻ്റെ സമയം, ഈശ്വരൻ്റെ കർത്തവ്യം. രൂപം, നാമം, ദേശം, കാലം, കർത്തവ്യം. പരമാത്മാ പറയണത്, മക്കളെ ഈ 5 കാര്യങ്ങൾ അറിഞ്ഞു ചെയ്താൽ നിങ്ങൾ സമ്പൂർണ്ണ പാപമുക്തരാക്കും. നമുക്ക് ധ്യാനത്തിൽ മുഴുകാം. ഭഗവാന്റെ സത്യസ്വരൂപത്തെ ധ്യാനിക്കാം. ഭഗവാന്റെ സത്യസ്വരൂപം ഏതാണ്? സത്യം, ശിവം, സുന്ദരം. ഭഗവാന്റെ സത്യമായ സ്വരൂപം സുന്ദരമായ ജ്യോതിസ്വരൂപമാണ്. ആ ജ്യോതിസ്വരൂപത്തെയാണ് ജ്യോതിർലിംഗ രൂപത്തിൽ നമ്മൾ ആരാധിക്കുന്നത്. ആരാധനാ സൗകര്യത്തിന് വലിയ ശിവലിംഗം വെച്ചിട്ടുണ്ട്. പക്ഷേ ഭഗവാൻ പറയുന്നത് എൻ്റെ യഥാർത്ഥ രൂപം ബിന്ദു രൂപമാണ്. പക്ഷെ ഒരു ബിന്ദുവിനെ വെച്ച് പൂജിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ പൂജ സൗകര്യാർത്ഥം ബിന്ദുവിനെ കുറച്ച് വലുപ്പത്തിൽ ശിവലിംഗ രൂപത്തിൽ പൂജിക്കുന്നുവെന്ന് മാത്രം. ഇപ്പോൾ നമുക്ക് ബിന്ദു രൂപത്തിൽ ധ്യാനിക്കാം.
പണ്ട് ശിവലിംഗം വജ്രവും സ്ഫടികവും കൊണ്ട് നിർമ്മിച്ചിരുന്നു, പ്രകാശത്തിൻ്റെ പ്രതീകമായിട്ട്, ഭഗവാന്റെ ബിന്ദു രൂപത്തിൻ്റെ ഓർമ്മയ്ക്ക്. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ബിന്ദു രൂപം മറന്നു. ഇപ്പോൾ വീണ്ടും നമുക്ക് ആ സത്യസ്വരൂപത്തെ ധ്യാനിക്കാം. അതിനാദ്യം നമുക്ക് നമ്മുടെ സത്യസ്വരൂപത്തെ ഓർമ്മിക്കാം. ബിന്ദുവായ ഭഗവാനെ ഓർമ്മിക്കാം. ഈ ശരീരത്തിൻ്റെ വലിയ രൂപത്തിൽ നിന്ന് അകക്കണ്ണ് തുറന്ന് നമ്മുടെ സത്യസ്വരൂപത്തെ ആദ്യം ധ്യാനിക്കൂ. ദേഹത്തിനുള്ളിൽ ശ്രദ്ധ ഇരുപുരികങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരൂ. പുരിക മധ്യത്തെ മസ്തിഷ്കത്തിനുള്ളിൽ മണി പോലെ തിളങ്ങുന്ന സ്വന്തം ബിന്ദുരൂപത്തെ, ആത്മരൂപത്തെ ദർശിക്കൂ. നക്ഷത്രം പോലെ തിളങ്ങുന്ന സൂക്ഷ്മത്തിലും സൂക്ഷ്മമായ ആത്മബിന്ദുവാണ് ഞാൻ. ആത്മദീപമാണ് ഞാൻ. ശാന്തമായൊരു ബിന്ദു. ശാന്തിയാണ് ഞാൻ. അകക്കണ്ണ് തുറന്ന് ജാഗരണത്തിലാണിപ്പോൾ ഞാൻ. ആത്മജാഗരണം നടന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ ബിന്ദുരൂപത്തെ ദർശിക്കുകയാണ്. ഞാനാണ് ശാന്തി. എന്നിലാണ്
ശാന്തി. ശാന്തസ്വരൂപമാണ് ഞാൻ. ശാന്തിയുടെ കടൽ ശിവപിതാവിൻ്റെ സന്താനമാണ് ഞാൻ. ബിന്ദുരൂപമായ പരംപിതാ ശിവപരമാത്മാ ശിവലിംഗ രൂപത്തിൽ ആരാധിക്കുന്ന ഭഗവാൻ ജ്യോതിർബിന്ദു സ്വരൂപമാണ്. രൂപത്തിൽ ബിന്ദുവാണെങ്കിലും ശാന്തിയുടെ സിന്ധുവാണ്. ശാന്തിയുടെ സാഗരമാണ്. കടലോളം ശാന്തത. ആ പരമ ചൈതന്യ സ്വരൂപത്തിൽ നിന്നൊഴുകി എൻ്റെ മനസ്സും ശാന്തിയുടെ കടലിൽ മുങ്ങുകയാണ്.
ഈ മഹാശിവരാത്രി ദിനത്തിൽ ശാന്തിയുടെ കടലിൽ മുങ്ങി സർവരുടെയും മനസ്സുകൾ ശാന്തമാകുകയാണ്. പരമേശ്വരനെ ധ്യാനിക്കുന്ന ലക്ഷോപലക്ഷം ഭക്തരും ഭഗവാനെ അച്ഛനെന്ന് തിരിച്ചറിഞ്ഞ ലക്ഷക്കണക്കിന് മക്കളും ശാന്തിയുടെ സാഗരത്തിൽ മുങ്ങി ഈ ഭൂലോകം മുഴുവൻ ശാന്തിയുടെ ഒരു മഹാസാഗരമായി തീരുകയാണ്. എല്ലാവരുടെയും മനസ്സുകൾ ശാന്തിയുടെ മഹാസമുദ്രത്തിൽ മുങ്ങി ശാന്തിയുടെ ശക്തി നിറയുകയാണ്. മഹാദേവന്റെ മഹാപ്രസാദം ശാന്തിയുടെ ശക്തി
മനസ്സുകൾക്കെല്ലാം കരുത്തേക്കുകയാണ്. പരമേശ്വരൻ്റെ നാമം സഹസ്രനാമങ്ങളാണല്ലോ ഭഗവാന്. ഭഗവാന്റെ ഓരോ കർത്തവ്യത്തിനും ഓരോ നാമമുണ്ട്. ഓരോ ഗുണങ്ങൾക്കും ഓരോ നാമമുണ്ട്. ഇപ്പോൾ നമുക്ക് ഭഗവാന്റെ സത്യമായ നാമം, ഏകനാമം, അതാണ് ശിവൻ, ശിവം. ശിവം അർത്ഥം മംഗളം, ബിന്ദു, ബീജം. സർവർക്കും മംഗളം ചെയ്യുന്ന ബിന്ദുരൂപം. മുഴുവൻ മനുഷ്യ സൃഷ്ടിയുടെ ബീജം. അതാണ് ശിവ പരമാത്മാവ്. സഹസ്രനാമങ്ങളുള്ള ഭഗവാൻ എനിക്കച്ഛനാണ്, അമ്മയാണ്, സർവബന്ധുവുമാണ്. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ ധ്യാനിക്കാൻ ശിവ് ബാബ എന്ന് ധ്യാനിക്കാം. ബാബ അർത്ഥം അച്ഛൻ. മംഗളകാരിയായ ശിവപരമാത്മാവ് സമസ്ത വിശ്വത്തിൻ്റെയും പിതാവാണ്. വിശ്വപിതാവ്, വിശ്വനാഥൻ. അച്ഛനല്ലേ മക്കളോട് ക്ഷമിക്കാനാകൂ?
അച്ഛനും അമ്മയും ഈ രൂപത്തിൽ നമുക്ക് ശിവപരമാത്മാവിനെ ധ്യാനിച്ച് നമ്മുടെ എല്ലാ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും മാപ്പ് ചോദിക്കാം. ഓടിപ്പോയി അച്ഛൻ്റെയും അമ്മയുടെയും മടിയിൽ കയറിയിരിക്കാം. മനസ്സുകൊണ്ടോടാം ശിവഭഗവാന് സമീപത്തേക്ക്. ബിന്ദുവായി ബിന്ദുരൂപനായ പരമേശ്വര സന്നിധാനത്തിൽ ആ പരമചൈതന്യപ്രഭയിൽ മുങ്ങി ബാബാ എന്ന സ്നേഹത്തോടെ എൻ്റെ അച്ഛനെന്ന അധികാരത്തോടെ അവകാശത്തോടെ ഭഗവാന്റെ മടിയിലിരിക്കാം. ശിവപിതാവ് അച്ഛൻ്റെ അമ്മയുടെ മാതൃവാത്സല്യത്തോടെ ആ മഹാചൈതന്യ പ്രഭു തൻ്റെ പരമചൈതന്യ കിരണങ്ങൾ 1000 കരങ്ങൾ പോലെ നീട്ടി പരമാത്മ ചൈതന്യം സ്നേഹക്കരങ്ങളായി ആ ഈശ്വരൻ്റെ കരവലയത്തിലാണ് ഞാൻ. അച്ഛൻ്റെയും അമ്മയുടെയും കൈകൾക്കുള്ളിലിരിക്കുന്ന കുഞ്ഞിനെ പോലെ പരമേശ്വര കരങ്ങൾക്കുള്ളിൽ ഇത്രയും കരുത്ത് ഫീൽ ചെയ്യുകയാണ് ഞാൻ. എൻ്റെ സർവബന്ധുവുമായ പരമേശ്വരൻ്റെ മടിത്തട്ടിൽ ഞാൻ സദാ സുരക്ഷിതനാണ്. സർവശക്തിവാന്റെ കരങ്ങൾക്കുള്ളിലാണ്.
അതിനാൽ തന്നെ ഞാൻ നിർഭയനാണ്. കാരണം എനിക്ക് അഭയം കിട്ടിക്കഴിഞ്ഞു. അഭയം കിട്ടിയതിനാൽ ഭയമെല്ലാം പോയി. അഭയവുമല്ല ആശ്രയം, ആശ്രയവുമല്ല അധികാരം, അവകാശം, പിതൃസ്വത്തായി ശിവപിതാവിൻ്റെ ശക്തികളെല്ലാം എനിക്ക് ചുറ്റും കറണ്ട് പോലെ ശക്തികളുടെ കോട്ടയ്ക്കുള്ളിലാണ് ഞാൻ. ശിവശക്തി സ്വരൂപമാണ് ഞാൻ. അച്ഛൻ്റെ, ശിവബാബയുടെ ശക്തികളെല്ലാം അച്ഛൻ സ്വത്ത് കുട്ടിയായ എൻ്റെ പേഴ്സിലേക്ക് നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. സർവാത്മാക്കൾക്കും ഈ മഹാശിവരാത്രി ദിനത്തിൽ സ്വത്ത് വിതരണം നടക്കുകയാണ്. അച്ഛൻ്റെ സ്വത്ത്, സർവശക്തിവാന്റെ ശക്തിയുടെ അനന്തകോടി കിരണങ്ങൾ സമസ്ത വിശ്വത്തിലും നിറഞ്ഞ് ഭൂലോകം മുഴുവൻ ഒരു ശക്തി കേന്ദ്രമായി പരമാത്മശക്തിയുടെ അനന്ത ശക്തി സ്രോതസ്സായി ഈ ഭൂലോകം സർവശക്തിവാന്റെ മക്കളാണ് തങ്ങളെന്ന ബോധം ഓരോ ആത്മാവിലും ഉണ്ടാക്കുകയാണ്. എല്ലാവരും ജ്യോതിർബിന്ദു സ്വരൂപനായ ശിവപരമാത്മാവിലേക്ക് കണ്ണു തുറക്കുകയാണ്.
അകക്കണ്ണ് തുറന്ന് തൊഴുകൈകളോടെ ഈശ്വരന്റെ മക്കളാണ്. ഈ വിശ്വമെമ്പാടുമുള്ളത് അച്ഛനെ സ്നേഹത്തോടെ നന്ദിയോടെ സ്മരിക്കുന്ന ഭഗവാന്റെ മക്കളാണ്. ഹൃദയത്തിൽ നിന്ന് സഹോദര മുഴുവൻ വിശ്വവും വിളിക്കുകയാണ് വിശ്വനാഥനെ. ബാബാ, ജ്യോതിർബിന്ദു സ്വരൂപനായ പരമചൈതന്യം പുഞ്ചിരിക്കുന്നത് പോലെ ആ പരമപ്രകാശം ഭൂമിയിലേക്കൊഴുക്കി ഓരോരുത്തരുടെയും നെറ്റിത്തടത്തിൽ തിളങ്ങുന്ന മസ്തിഷ്കമണിയായ ആത്മാവിൽ സ്പർശിച്ച് ഒട്ടതലോടുന്ന അച്ഛനെ പോലെ ബാബയുടെ കിരണങ്ങൾ വിശ്വനാഥൻ്റെ കൈകളാകുന്ന പ്രകാശകിരണങ്ങൾ ഓരോ ആത്മാവിലേക്കും ശക്തികളുടെ കരുത്തേകുകയാണ്. ഹാ മക്കളെ, ഞാനുണ്ട് നിങ്ങൾക്ക്. എൻ്റെ മക്കളാണ് നിങ്ങൾ. ഉണരൂ. ഭഗവാൻ തൻ്റെ പരിചയം നൽകിക്കൊണ്ട് മക്കൾക്ക് മക്കളെ ക്ഷണിക്കുകയാണ്. മക്കളെ, നിങ്ങളെല്ലാം ഈ നാടകശാലയിലെ കളിക്കാരാണ് മക്കളെ. ഇത് നിങ്ങളുടെ വീടല്ല. ഈ ശരീരം നിങ്ങൾക്ക് കളിക്കാൻ കിട്ടിയ വസ്ത്രമാണ്. ഈ വസ്ത്രത്തിനുള്ളിലിരിക്കുന്ന ആത്മജ്യോതിയാണ് നിങ്ങൾ. സ്ത്രീ പുരുഷ വസ്ത്രം മാറി അഭിനയിച്ച് മക്കളെ, കളിക്കളത്തിൽ നാടകം അവസാനിക്കാൻ പോകുകയാണ്. നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വന്നിരിക്കുകയാണ്. ഈ കളിക്കളത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകാം. അച്ഛൻ തൻ്റെ വീട് കാണിച്ചു തരികയാണ് മക്കൾക്കെല്ലാം. തൻ്റെ ദേശത്തിൻ്റെ പരിചയം തരികയാണ്. സ്വദേശത്തിൻ്റെ. മക്കളെ, നിങ്ങളിരിക്കുന്നത് വിദേശത്താണ്. വിദേശത്ത് നിന്നിറങ്ങൂ, സ്വദേശത്തേക്ക് മടങ്ങാം. ഈ ദേഹത്തിൽ നിന്നിറങ്ങൂ. ബിന്ദുവായ നിങ്ങൾ പഞ്ചഭൂത നിർമ്മിതമായ ഈ ദേഹത്തിനുപരി 5 തത്വങ്ങൾ നിറഞ്ഞ ഈ നാടകശാലയ്ക്കുമുപരി പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം. ശിവശംഭു. അവിടെ എവിടെ ബ്രഹ്മമഹത്തത്വം
ആറാമത്തെ തത്വം. എത്തിയില്ലേ? സ്വർണ്ണ ചുവപ്പ് നിറമാർന്ന പരലോകം, ആത്മലോകം, ഈശ്വര സന്നിധാനം. ഇതാണ് മഹാദേവന്റെ ചൈതന്യക്ഷേത്രം. ഈ ക്ഷേത്രത്തിലിരുന്ന് നമുക്ക് ശിവനെ ധ്യാനിക്കാം. മക്കളെ, ഇതാണ് നിങ്ങളുടെയും വീട്. ശാന്തി നിറഞ്ഞ വീടാണിത്. ശാന്തിധാമം. ഏറ്റവും ഉയരത്തിലുള്ള വീടാണ് പരംധാമം. ഇത് ശബ്ദത്തിനുപരിയാണ്. നിർവാണധാമം. സർവകർമ്മബന്ധനമുക്തമാണിവിടെ. ചിന്തകളിൽ നിന്ന് പോലും മുക്തം. മുക്തിധാമമാണിത്. ഇവിടമാണ് എൻ്റെ അച്ഛൻ വീട്. ശിവം, ശിവകരം, ശാന്തം. സദാ ശാന്തിയിലിരിക്കുന്ന സ്വയംഭൂ സദാ ബിന്ദുരൂപത്തിലിരിക്കുന്ന സിന്ധു സമാനമായ എൻ്റെ ബാബ ശിവഭഗവാൻ, സർവരുടെയും നാഥൻ. എല്ലാ ഭാരങ്ങളും അച്ഛൻ്റെ മുന്നിൽ ഇറക്കി വയ്ക്കും. അച്ഛനോട് അമ്മയോട് സംസാരിക്കുന്നത് പോലെ അതിനേക്കാളും സ്നേഹത്തോടെ സത്യപിതാവായ അവിനാശിയായ അച്ഛനും അമ്മയുമായ സദാകാലത്തെ മാതാപിതാവായ ശിവപിതാവിന് മുന്നിൽ മനസ്സിൽ എന്തെങ്കിലും ഭാരമുണ്ടെങ്കിൽ എല്ലാ ഭാരങ്ങളും ഇറക്കും. ഭഗവാനോട് സംസാരിക്കും. ഹൃദയം തുറന്ന് ഹൃദയേശ്വരനോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരവരുടെ ഭാഷയിൽ സംസാരിക്കും.
ഭഗവാനോട് ഹൃദയം തുറക്കുമ്പോൾ ആ പരമചൈതന്യ പ്രഭു കരുണാസാഗരം കരുണയുടെ കൈകൾ നീട്ടി ആയിരം കരങ്ങൾ നീട്ടി എന്നെ സാന്ത്വനിപ്പിക്കുകയും ചെയ്യുകയാണ്. ഭഗവാന്റെ പരിധിയില്ലാത്ത മടിത്തട്ടിൽ തലചായ്ച്ച് പരിധിയില്ലാത്ത കരങ്ങൾക്കുള്ളിൽ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് സമ്പൂർണ്ണ ഭാരരഹിതമാക്കൂ. ഭഗവാന്റെ അശരീരി കാതിൽ മുഴങ്ങുകയാണ്. മക്കളെ, ഞാൻ വന്നു കഴിഞ്ഞു. നിങ്ങളുടെ വിളി കേട്ട് ഇനി നിങ്ങൾ ഭാരം ചുമക്കണ്ട. ഞാനുണ്ട്. ഞാനില്ലേ? എല്ലാ ഭാരവും ഈ ചുമലിലേക്ക് ഇറക്കിക്കോളും. ഭാരം ഞാൻ എടുക്കാം. നിങ്ങൾ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയാൽ മതി. കർമ്മം ചെയ്താൽ മതി. ഭാരം എനിക്ക് തന്നോളൂ. നിമിത്തഭാവത്തോടെ നിങ്ങളെല്ലാം ചെയ്യും. ഉത്തരവാദിത്വത്തിൻ്റെ ഭാരമെല്ലാം എന്നെ ഏൽപ്പിക്കും. ഞാൻ വന്നു കഴിഞ്ഞു നിങ്ങളുടെ ഭാരമെടുക്കാൻ, നിങ്ങളെ ഭാരരഹിതരാക്കാൻ. ചിന്തയെല്ലാം എനിക്ക് തരൂ മക്കളെ. നിങ്ങൾ ചിന്തയില്ലാത്ത ചക്രവർത്തിമാരായിരുന്ന് കർത്തവ്യങ്ങൾ ചെയ്തോളൂ. ഇതാണ് എൻ്റെ സമയം. കാലം പരിചയപ്പെടുത്തുകയാണ് ഭഗവാൻ. മക്കളെ, ഞാൻ ദിവ്യാവതരണം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. പരംജ്യോതി, പരമ്പൊരുൾ, ബ്രഹ്മലോക നിവാസിയായ ഞാൻ നിങ്ങളുടെ അടുത്ത് കളിക്കളത്തിലെത്തിക്കഴിഞ്ഞു. ഒരു സാധാരണ വൃദ്ധൻ്റെ ശരീരത്തിൽ എൻ്റെ നന്ദി പ്രജാപിതാ ബ്രഹ്മാവിൽ പ്രവേശിച്ച് ശിവബാബ ഈ സംഗമവേളയിൽ ഭൂമിയിലെത്തിക്കഴിഞ്ഞു. മക്കളെ, ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇതാണ് എൻ്റെ ദിവ്യാവതരണ സമയം.
സമസ്ത മാനവരാശിക്കും ഭഗവാൻ സന്ദേശം നൽകുകയാണ്. ജാഗോ, ഉണരൂ. അജ്ഞാന അന്ധകാരത്തിൽ നിന്നുണരൂ മക്കളെ. ഞാൻ ത്രിമൂർത്തി കർത്തവ്യം ആരംഭിച്ച് 86 വർഷങ്ങളായി. പ്രജാപിതാ ബ്രഹ്മാവിലൂടെ ജ്ഞാനയജ്ഞം രചിച്ച് സ്ഥാപന നടത്തിക്കഴിഞ്ഞു. ആത്മബോധം സ്ഥാപിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഉണരൂ. അകക്കണ്ണ് തുറക്കൂ. ബ്രഹ്മാവിലൂടെ കണ്ണ് തുറപ്പിക്കുകയാണ് ഞാൻ നിങ്ങളുടെയും. കുടുംബസമേതം ഉണരൂ. കുടുംബങ്ങളെല്ലാം ശിവകുടുംബങ്ങളായി മാറട്ടെ. ആത്മജാഗരണ യജ്ഞം ആരംഭിച്ചു കഴിഞ്ഞു. മക്കളെ, കൂടെയുള്ള ഓരോരുത്തർക്കും, പരിചയപ്പെടുന്ന ഓരോരുത്തർക്കും അകക്കണ്ണ് തുറന്നു കൊടുക്കും. നശ്വരമായ ഈ ദേഹമല്ല നിങ്ങൾ. ശരീരത്തിനുള്ളിലിരിക്കുന്ന അനശ്വര ആത്മബിന്ദു എൻ്റെ മക്കളാണ്. എല്ലാവരുടെ ഉള്ളിലും ഈ ത്രിമൂർത്തി കർത്തവ്യം നടത്തൂ. ആത്മബോധ ജാഗരണ യജ്ഞം ആരംഭിക്കൂ. വിഷ്ണുവിലൂടെ പാലന. ഞാൻ നിങ്ങൾ എൻ്റെ മക്കളെയെല്ലാം വൈഷ്ണവരാക്കുകയാണ്. മക്കളെ, കണ്ണ് തുറന്നാൽ മാത്രം പോരാ. തുറന്ന കണ്ണുകൾ അടയാതിരിക്കട്ടെ. നിങ്ങളെല്ലാം വിഷ്ണു കുലവംശജരാണ്. ദിവ്യഗുണധാരികളിലെ ദിവ്യഗുണങ്ങൾ നിലനിർത്തൂ മക്കളെ. രാവിലെ ഉണരുന്നത് മുതൽ രാത്രി വരെ ദിവ്യഗുണങ്ങളുടെ പാലന. ശാന്തസ്വരൂപരായിരിക്കും. ശക്തിസ്വരൂപരായിരിക്കും. പവിത്ര സ്വരൂപമാകൂ. ആത്മീയ സ്നേഹത്തിൻ്റെ വ്യവഹാരം നടത്തും. ശങ്കരനെ പോലെ വിനാശകർത്തവ്യവും ചെയ്യും. ഡെയിലി, നിത്യേന അകക്കണ്ണ് തുറന്ന് അച്ഛനെ ഓർമ്മിച്ച് പാപങ്ങളെല്ലാം ഭസ്മമാക്കും. വികർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കും. വികാരങ്ങളെല്ലാം ഭസ്മീകരിക്കും. സമ്പൂർണ്ണ നിർവികാരിയാകും.
ഇപ്രകാരം ത്രിമൂർത്തി കർത്തവ്യം ചെയ്യൂ മക്കളെ. ഈ കർത്തവ്യമാണ് ശിവബാബ ബ്രഹ്മാവിലൂടെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ബാബയുടെ വിശ്വമംഗളകാരി കർത്തവ്യം. നിങ്ങളും ഇതേ കർത്തവ്യം ചെയ്യും. ആത്മാവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അച്ഛനായ എന്നെ സ്മരിക്കൂ. എങ്കിൽ ചെയ്തു പോയ എല്ലാ പാപഭാരത്തിൽ നിന്നും മുക്തരാകാം. ബിന്ദുരൂപമായി ജ്യോതിർബിന്ദു ശിവപരമാത്മാവിൻ്റെ ഓർമ്മയിൽ പരംധാമത്തിൽ പരമേശ്വര സന്നിധാനത്തിലിരുന്ന് ഈ ശിവരാത്രി കാലം മുഴുവൻ സർവദുഃഖവും അശാന്തിയും ദുരിതങ്ങളും നിറഞ്ഞ ശിവരാത്രി കാലഘട്ടത്തിൽ ഒരു ദിവസം രാത്രിയല്ല മക്കളെ, ഈ ഇരുട്ട് നീങ്ങുന്നത് വരയ്ക്കും നിങ്ങൾക്ക് എന്നെ ഓർമ്മിക്കണം. നിങ്ങൾ ജാഗരണത്തിലായിരിക്കണം. നിങ്ങളുടെ ജീവിതം പരമപവിത്രമായിരിക്കണം. സംശുദ്ധമായ ജീവിതത്തിലൂടെ മാത്രമേ സദാ സുഖവും ശാന്തിയും ഉണ്ടാകൂ. സദാശിവന്റെ ആജ്ഞകൾക്കനുസരിച്ച് വിശ്വമംഗളകാരിയായ ശിവഭഗവാന്, ശിവപിതാവിന് ശിവബാബയുടെ അരികിലിരിക്കാം. ഭഗവാന്റെ ആ പരമചൈതന്യപ്രഭയിൽ ഈ മുഴുവൻ ലോകവും പ്രകാശിക്കുകയാണ്. ശാന്തിയുടെ പ്രഭാപുരം. ശക്തികളുടെ പ്രഭാപുരം. മനസ്സുകളിലെല്ലാം വെളിച്ചം നിറയുകയാണ്.
സമാധാനത്തിൻ്റെ വെളിച്ചം, ഭാരമെല്ലാം പോയതിൻ്റെ വെളിച്ചം, ശിവഭഗവാനോടൊപ്പം ഉണർന്നിരുന്ന് ആ സർവേശ്വരൻ്റെ ലൈറ്റിലും മൈറ്റിലും സർവർക്കും സർവമംഗളവും ഉണ്ടാകട്ടെ. എല്ലാ ഭാരങ്ങളിൽ നിന്നും മുക്തരാകട്ടെ. സർവചരാചരങ്ങൾക്കും മംഗളം. വിശ്വമംഗളം നടക്കട്ടെ. ഈ ഭൂമി സ്വർലോകമായി തീരട്ടെ. സുഖവും ശാന്തിയും സമൃദ്ധിയും നിറഞ്ഞ ശിവാലയമായി മാറട്ടെ. ഓം ശാന്തി. शिव की याद रहेगी तब आँखों में समाया वो होगा. हम धन्य तभी बन पाएंगे जब ऐसा प्रिय जीवन होगा. यहाँ हमारा तन होगा, वहाँ हमारा मन होगा. जहाँ होता है मानव का धन, वही होता है उसका मन. इसलिए परमात्मा ने बताया मुझसे